എല്ലാവരും തന്നെ പറയുന്ന ഒരു കാര്യമാണ് SMS മെഡിറ്റേഷൻ. അപ്പൊ അതിനെ സംബന്ധിച്ചൊരു വീഡിയോ എന്തായാലും നമുക്കൊന്ന് കാണാം. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു വരുന്ന മനസ്സിലായ മുല്ലപ്പെരിയാർ ഡാമാണോ? മുല്ലപ്പെരിയാർ ഡാമിൽ കുറേ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം പൊട്ടി ഇങ്ങനെ വന്നു, സിമെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കൃഷ്ണ ഭഗവാനെ വിളിച്ചിട്ട് പറഞ്ഞു 100 ദിവസത്തിനുള്ളിൽ പൊട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു 100 അല്ല 200 ദിവസം കഴിഞ്ഞിട്ട്. ഈ കുഞ്ഞിന് ഈ മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി നേരത്തെ അറിയാമോ? നേരത്തെ അറിയാന്ന് വെച്ചാല് കൃഷ്ണ ഭഗവാനായിട്ട് മുൻ മെഡിറ്റേഷൻ കൂടുതലും കാണാം. അപ്പൊ കൃഷ്ണ ഭഗവാനും പിന്നെ ശിവഭഗവാനും ഹനുമാൻ സ്വാമി ഗണപതി മോൻ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആദ്യം ഇരുന്നത്. അപ്പോൾ മോൻ കളിക്കും, ഫുട്ബോൾ കളിക്കും, ഷട്ടിൽ ബാറ്റ് കളിക്കും, ക്രിക്കറ്റ് കളിക്കും. ആരുടെ കൂടെ കളിക്കുക? ഈ കുട്ടികളുടെ മനസ്സെന്ന് പറഞ്ഞാൽ വളരെ പിഞ്ച് മനസ്സാണ്. അവരെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം പതിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയ ഇമ്പാക്റ്റ് നൽകും. ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള വീഡിയോയും ഈ പറഞ്ഞ ചർച്ചയും കാര്യങ്ങളൊക്കെ കുട്ടികളുടെ മനസ്സിൽ നിൽക്കുമ്പോൾ അത് വളരെ ഇമ്പാക്റ്റ് ആയിട്ടാണ് മനസ്സിൽ കിടക്കുന്നത്. അത് വേറെ രീതിയിൽ ചിത്രീകരിച്ച് അത് വേറെ തലത്തിലിട്ട് മാറ്റി എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? ഓൾറെഡി ഇവിടെയുള്ള എല്ലാ ജനങ്ങളും മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ എന്നുള്ള ഭയത്തോടു കൂടിയാണ് ഇവിടെ എല്ലാവരും തന്നെ കഴിയുന്നത്. അപ്പോൾ അത് വേറെ തലത്തിലിട്ട് എന്തിനാണ് ഇങ്ങനെ മാറ്റി ചിത്രീകരിക്കുന്നത്? അതിലൂടെ ഭയങ്കര വലിയ ഭീതിയല്ലേ പറക്കുന്നത്. അത് ഭീതി മാത്രമല്ല, എന്തിനാണ് ഇങ്ങനത്തെ രീതിയിലേക്ക് അത് ചിത്രീകരിച്ച് കാണിക്കുന്നതിലൂടെ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്?